ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ടൈം ആൻഡ് വർക്കിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടൈം ആൻഡ് വർക്കിനെ പറ്റിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. സോ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുമ്പം എന്താണ് വർക്ക് എന്ന് പറയുന്നത്? നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും നമ്മൾ എന്താണ് വർക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയത്തിന് അല്ലേ നമ്മളെന്താണ്, അല്ലെങ്കിൽ ഡേയ്സ് ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേയ്സ് ആകാം, അവേഴ്സ് ആകാം, എന്തും ആകാം. സോ അതിനെ നമ്മൾ ടൈം എന്നാണ് പറയുന്നത്. ആൻഡ് ആ വർക്ക് ചെയ്ത് ആ ഒരു ടൈമിനുള്ളിൽ, ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന ആ ഒരാളുടെ കഴിവിനെ, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എഫിഷ്യൻസി എന്ന് പറയുന്നതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, വർക്ക് എന്ന് പറയുന്നത്. എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. സോ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ നിന്നും നോക്കാനായിട്ടുള്ളത്. പിന്നെന്താണ്? വർക്ക് കണ്ടുപിടിക്കുന്നത് തന്നിരിക്കുന്ന ടൈമിൻ്റെ LCM ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഓക്കെ, നോക്കിക്കേ എന്താ വരുന്നേ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 15 men working 8 hours make a wall in 10 days. In how many days will 12 men working 10 hours will make it? അതായത് 15 men 8 hours എന്താണ് 10 days. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 50 men എന്താണ്, ഒരു വോൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8 മണിക്കൂർ, അതുപോലെ തന്നെ 10 ദിവസത്തിൽ 8 മണിക്കൂറാണ് അവർ എടുക്കുന്നത്. ഓക്കെ, എങ്കിൽ 12 മെൻ ഉണ്ട്. ഓക്കെ, 12 മെൻ 10 അവേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വോൾ മേക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്കിത് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 15 മെൻ അല്ലേ. 15 മെൻ എത്ര അവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്? 8 അവേഴ്സ്. ആൻഡ് 10 ഡേയ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്താണ്, 12 മെൻ എന്താണ് 10 അവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്, എത്ര ദിവസമാണ് എടുക്കുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആണല്ലോ. സോ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, എത്ര മെൻ ഉണ്ടോ, അതായത് M1 ഇൻറ്റു എന്താണ് D1 ഇൻറ്റു ഇനി അവേഴ്സ് തന്നിട്ടുണ്ട് H1 ഡിവൈഡഡ് ബൈ എന്താണ് വർക്ക്. ഓക്കെ, ഈക്വൽ ടു എന്ത് പറയാം, M2 ഇൻറ്റു D2 ഇൻറ്റു H2. ഓക്കെ, അപ്പോൾ M എന്താണ്, D എന്താണ്, അതുപോലെ ഡിവൈഡഡ് ബൈ W2. ഓക്കെ, അതായത് M എന്താണ്, D എന്താണ്, H എന്താണെന്ന് ചോദിച്ചാൽ M എന്ന് പറയുന്നത് മെൻ. ഓക്കെ, ഇനി D എന്ന് പറയുന്നത് ഡേയ്സ്, H എന്ന് പറയുന്നത് അവേഴ്സ്. ഇനി W ഇവിടെ കൊടുത്തിട്ടുള്ളത് വർക്കാണ്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. സോ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 1 എന്ന് കൊടുക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്, ആൻഡ് 2 എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് നോക്കാം ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ M1 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്, 15 മെൻ എന്നാണ് തന്നിട്ടുള്ളത്. സോ 15 ഇൻറ്റു D1 എത്രയാണ് തന്നിട്ടുള്ളത്, 10. ആൻഡ് H1 എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ വർക്ക് രണ്ടിടത്തും സെയിം ആയതുകൊണ്ട് നമുക്ക് ഈ W1 ആൻഡ് W2 സെയിം ആയിരിക്കും. സോ അത് നമുക്ക് ഇവിടെ ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, W1 W2 ഇടേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് M2 എന്ന് പറയുന്നത് എത്രയാണ്, 12 മെൻ ആണ്. ഇൻറ്റു D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് തരുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള, ഡേയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇൻറ്റു എന്താ പറഞ്ഞേക്കുന്നത്, 10 അവേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 10 നമുക്ക് ഇവിടെ കൊടുക്കാം. സോ D2 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ എന്ത് വരും, 15 ഇൻറ്റു 10 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ എന്ത് വരും, 12 ഇൻറ്റു 10 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 10ഉം 10ഉം ക്യാൻസൽ ചെയ്തു. ഇവിടെ 8ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും,
2 ആൻഡ് 3 എന്ന് വരും. ആൻഡ് 3 15 ക്യാൻസൽ ചെയ്യുമ്പോൾ 5. സോ ബാക്കി എന്തുണ്ട്? D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. സോ 10 ഡേയ്സ് ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മളിവിടെ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും. എപ്പോഴും നമുക്ക് ഈ ഇക്വേഷൻ ചിലപ്പോൾ ഓർമ്മ വരണമെന്നില്ല, അല്ലാതെ നമുക്ക് ലോജിക്കലി നമുക്ക് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കേ. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ രണ്ടാമതൊരു മെത്തേഡ് കൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇക്വേഷൻ ഓർമ്മയില്ല അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ. 15 മെൻ എത്ര മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്? 8 hours ആണ് എടുത്തിട്ടുള്ളത്. എന്താണ്? 10 ഡേയ്സും ആണ് എടുത്തിട്ടുള്ളത്. ആൻഡ് 12 മെൻ 10 hours, പക്ഷെ അവർ എത്ര ഡേയ്സ് എടുത്തു നമുക്ക് അറിയത്തില്ല അല്ലേ? അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? സോ ഇവിടെ എന്താണ്? ഒറ്റയ്ക്ക് കിടക്കുന്ന ആരാണോ, ഇപ്പൊ ഡേയ്സ് ആണ് കിടക്കുന്നത്, ഡേയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡേയ്സിന്റെ കേസിൽ എന്താണ്? ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന ആരാണ്? 10 ഡേയ്സ് ആണ് വന്നിട്ടുള്ളത് അല്ലെ? 10 ഡേയ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10നെ എടുക്കുക. ഫസ്റ്റ് നമ്മൾ 10 വെച്ച് കമ്പയർ ചെയ്യുക. ഓക്കെ, ഡേയ്സും മെന്നും വെച്ച്, ഡേയ്സും അവേഴ്സും വെച്ച് കമ്പയർ ചെയ്യുക. അതായത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ഡേയ്സ് അല്ലെ, 15 മെൻ. അപ്പോൾ 15 മെൻ എന്താണ് ഈ പറഞ്ഞിട്ടുള്ളത്? 15 മെൻ എന്ന് പറയുന്നത് 10 ഡേയ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 12 മെൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 15 മെൻ 10 ഡേയ്സ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ കുറച്ച് മെന്നേ ഉള്ളൂ അല്ലേ? കുറച്ച് മെന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് വേണം? കൂടുതൽ ദിവസം എടുക്കേണ്ടി വരും. പറഞ്ഞാൽ മനസ്സിലായോ? 15 മെൻ ഉണ്ടായിട്ട് അവർ എത്ര ദിവസം എടുത്തേ? 10 ഡേയ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 12 മെൻ ആണ്, അവരുടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവർക്ക് കൂടുതൽ ദിവസം എടുക്കണ്ടേ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കൂടുതൽ പേരുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന രണ്ട് വാല്യൂസിനെ കമ്പയർ ചെയ്യുമ്പോൾ ആരാ കൂടുതൽ? 15 ആണ്. സോ നമ്മുടെ ന്യൂമറേറ്ററിൽ എന്ത് വരണം? 15 വരണം. ഓക്കെ, 15/12 എന്ന് വരും. ഓക്കെ, ഇൻറ്റു ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി അവേഴ്സ് വെച്ച് കമ്പയർ ചെയ്യണം. അതായത് 8 hours 10 ഡേയ്സിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, 8 hours എന്ന് പറയുമ്പം 8 മണിക്കൂർ അല്ലേ? 8 മണിക്കൂർ എന്താ പറഞ്ഞിട്ടുള്ളത്? 10 ഡേയ്സിൽ 8 hours ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ 10 hours ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ 10 ഡേയ്സിൻ്റെ ആവശ്യമുണ്ടോ? മീൻസ് 10 ഡേയ്സിൻ്റെ അത്രയും ഡേയ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് 8 മണിക്കൂറുണ്ട്, 10 ദിവസത്തിൽ 8 മണിക്കൂറാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് അവേഴ്സ് കൂടുതലുണ്ട്, അപ്പോൾ വളരെ കുറച്ച് ദിവസം എടുത്താൽ പോരെ? അപ്പോൾ വളരെ കുറച്ച് ദിവസം എടുക്കണമെങ്കിൽ 8ഉം 10ഉം ആണ്. അപ്പോൾ കുറച്ച് ദിവസം മതി, കുറവാണ്. സോ നമ്മുടെ ന്യൂമറേറ്ററിൽ ചെറിയ വാല്യൂ വരണം. പറയാൻ മനസ്സിലായോ? 8/10 എന്ന് വരണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10ഉം 10ഉം ക്യാൻസൽ ചെയ്യാം. 8 എന്ന് പറയുന്നത് എന്താണ്? 8ഉം 12ഉം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? 2/3 എന്ന് വരും. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ ഇനി ഇവിടെ എന്ത് വരും? 15/3 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 5 × 2 എന്ത് വരും? 10 ഡേയ്സ് എന്ന് വരും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒറ്റ സ്റ്റെപ്പിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഇക്വേഷൻസ് യൂസ് ചെയ്തും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ആൻസർ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ ഇത് തെറ്റിപ്പോകരുത്. നമ്മൾ ആ ഒരു എടുക്കുമ്പം ആ ഒരു ലോജിക്ക് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ആൻസർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ എന്താ വരുന്നേ? If 10 masons working 7 hours daily can build 28 pumps in 16 days, how many days will 12 masons working 6 hours daily take to build 36 pumps എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ്, അതായത് ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇക്വേഷൻസ് യൂസ് ചെയ്യുമ്പോൾ അതേപോലെ നമുക്ക് ചെയ്തു കൊടുത്താൽ മതി. വർക്ക് പക്ഷേ എന്താവും? ഇവിടെ 28 പമ്പ്സും 36 പമ്പ്സും ആകും. ഓക്കെ, ഇക്വേഷൻസ് വെച്ച് ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. ഇക്വേഷൻ വെച്ചാണെങ്കിൽ നമുക്ക് എന്ത് വരും? എന്താ വരുന്നത്? അതായത് M1 ഇൻറ്റു D1 ഇൻറ്റു H1 ഡിവൈഡഡ് ബൈ വർക്ക്. ഓക്കെ, ഈക്വൽ ടു M2 ഇൻറ്റു D2 ഇൻറ്റു H2 ഡിവൈഡഡ് ബൈ എന്താണ്?
വർക്ക് 2 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പം 10 മീസൺസ് ആണ്. ഇൻറ്റു ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാ 16 ഡേയ്സ് ആണ്. ഇൻറ്റു H1 എന്ന് പറയുന്നത് എത്രയാണ് 7 hours ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ വർക്കാണ് 28 പംപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത് M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മീസൺസ് ആണ്. ഇൻറ്റു D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ഡേയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് H2 എന്ന് പറയുമ്പോൾ എന്ത് വരും അവേഴ്സ് ആണ് 6 എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത് വരും ഡിവൈഡഡ് ബൈ 36 പംപ്സ് ആണ്. സോ 36. സോ നമുക്കിത് സോൾവ് ചെയ്യാം. നോക്കിക്കേ, ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും 6ഉം 36ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 6 എന്ന് കിട്ടും. ആൻഡ് 6 12 ക്യാൻസൽ ചെയ്യുമ്പോൾ 2 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് അല്ലാതെ നോക്കിക്കേ, ഇവിടെ എന്താണ് 7 ഡിവൈഡഡ് ബൈ 28 ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. 4ഉം 16ഉം കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് 8 എന്ന് കിട്ടും. സോറി, 4ഉം 16ഉം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 4 എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിക്കേ D2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം ഇവിടെ 40 ഡിവൈഡഡ് ബൈ 2 അല്ലേ, 40 ഡിവൈഡഡ് ബൈ 2. സോ നമുക്ക് എന്താ ആൻസർ വരുന്നത് 20 ഡേയ്സ് എന്ന് വരും. പറഞ്ഞ മനസ്സിലായോ, 20 ഡേയ്സ് ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് 20 ഡേയ്സ് എന്നാണ് ആൻസർ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇനി നമ്മൾ ചെയ്ത ആ ഒരു ലോജിക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇപ്പം നോക്കിയേ, 10 മീസൺസ് എത്ര അവേഴ്സ് ആണ് എടുക്കുന്നത് 7 hours. എത്രയാ 28 പംപ്സ് ഇൻ 16 ഡേയ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് 12 മീസൺസ് എത്ര അവേഴ്സ് ആണ് 6 hours 36 പംപ്സ് ഇൻ എത്ര ഡേയ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന ആളെ ആദ്യം എടുക്കുക അല്ലേ, 16 ഡേയ്സ് ആണ്. സോ 16 ഇൻറ്റു ഇനി നോക്കിക്കേ ഓരോ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യാം. സോ 10 മീസൺസ് 16 ഡേയ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 12 മീസൺസ് ഉണ്ട്. സോ ആൾക്കാർ കൂടുതലാണ്. അപ്പോൾ ഇവർക്ക് എത്രയും ദിവസം എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കുറച്ച് ദിവസം എടുത്താൽ മതി. സോ കുറവായതുകൊണ്ട് തന്നെ ചെറിയ നമ്പർ ന്യൂമറേറ്റർ വരണം. ഓക്കെ, അപ്പോൾ 10/12 എന്ന് ചെയ്തു. ഇൻറ്റു ഇനി 7 hours 16 ഡേയ്സ് എടുത്തു ആൻഡ് 6 hours ഉള്ളൂ. ഓക്കെ, വെറും 6 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം കൂടുതൽ സമയം എടുക്കേണ്ടി വരും അല്ലേ, അല്ലെങ്കിൽ കൂടുതൽ മണിക്കൂർ എടുക്കേണ്ടി വരും. അപ്പോൾ എന്തായിരിക്കും വരുന്നത് 7/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു ഇനി നോക്കിക്കേ 28 പംപ്സ് ആണ് 16 ഡേയ്സിൽ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ 36 പംപ്സ് ഉണ്ട്. ഓക്കെ, കൂടുതൽ വർക്ക് ഉണ്ട്. അപ്പോൾ വർക്ക് കൂടുതലാകുമ്പോൾ എന്തായിരിക്കും മീൻസ് കൂടുതൽ ദിവസം അവർക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് 36 ഡിവൈഡഡ് ബൈ 28 എന്ന് വരും. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ 4 എന്ന് വരും. ഇനി 4 16 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 4 12ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും. ആൻഡ് 3യും 6 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. സോ 2 ഇൻറ്റു 10 എന്ത് വരും 20 എന്ന് കിട്ടും. സോ 20 ഡേയ്സ് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. മനസ്സിലായോ പറഞ്ഞേ? ഈ 2 രീതിയിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഈ 2 രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഏതാണോ നമുക്ക് ചിലർക്ക് ചിലപ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ചെയ്താൽ കിട്ടുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ലോജിക്ക് യൂസ് ചെയ്തും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏതാണോ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് നമുക്കത് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, നോക്കിക്കേ എന്താ വരുന്നത് 5 men can prepare 10 toys in 6 days working 6 hours a day. Then in how many days can 12 men prepare 16 toys working 8 hours day എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കിക്കേ 5 men. ഓക്കെ, 5 men എത്ര ടോയ്സ് ആണ് എടുക്കുന്നത് 10 ടോയ്സ് ആണ് എടുക്കുന്നത്. 6 ഡേയ്സ് ആണ് വരുന്നത് ആൻഡ് 6 hours ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ 12 men. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് 12 men prepare 16 toys in 8 hours. ഓക്കെ, എത്ര ഡേയ്സ് ആണെന്ന് തന്നിട്ടില്ല, 8 hours എന്നാണ് തന്നിട്ടുള്ളത്. സോ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാമല്ലോ.
സോ 5 and 6 days ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. സോ നമുക്ക് 6 ഇൻറ്റു അല്ലെ, ഒറ്റയ്ക്ക് കിടക്കുന്ന ആളെ ആദ്യം എഴുതുക. പിന്നെ നമ്മൾ ബാക്കി എങ്ങനെ കമ്പയർ ചെയ്യും? 5 men 6 days ആണ് എടുത്തിട്ടുള്ളത്. സോ ഇവിടെ 12 men ഉണ്ട്, ആൾക്കാർ കൂടുതലാണ്. അപ്പോൾ ആ ഒരു വർക്ക് വേഗം തന്നെ ചെയ്തു തീർക്കും. അപ്പോൾ എന്ത് വരും? വളരെ കുറച്ച് ദിവസം അവർ എടുക്കൂ അല്ലേ. അപ്പോൾ നോക്ക് 5/12 എന്ന് വരും. ഓക്കെ, ഇൻറ്റു ഇനി നോക്കിക്കേ 10 ടോയ്സ് 6 days ആണ് എടുത്തിട്ടുള്ളത്. ഇനി 16 days ഉണ്ട്, സോറി 16 ടോയ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ആ വർക്ക് കൂടുതലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? കൂടുതൽ ദിവസം എടുക്കും അല്ലേ. അപ്പോൾ എന്ത് വരും? 16/10 എന്ന് വരും. ഇൻറ്റു ഇനി നോക്കിക്കേ 6 days 6 hours ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 8 hours ഉണ്ട്. അപ്പോൾ അത്രയും ഡേയ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? മണിക്കൂർ കൂടുതലുണ്ട് അല്ലേ, അവേഴ്സ് കൂടുതലാണ്. അപ്പോൾ അവിടെ കുറച്ച് ദിവസം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് വരും? ചെറിയ വാല്യൂ മുകളിൽ വരണം. സോ 6/8 എന്ന് വരും. ഇനി ഇത് സോൾവ് ചെയ്തേ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. 6 divided by 12 2 എന്ന് വരും. 5 divided by 10 ചെയ്താലും 2 എന്ന് കിട്ടും. സോ 2 into 2 4 അല്ലേ, 4 കൊണ്ട് 16 ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. ആൻഡ് 4 8 2. സോ 6/2 നമുക്ക് എന്താ കിട്ടുന്നത്? 3 എന്ന് കിട്ടും. സോ 3 days ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇനി അടുത്ത മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ, കിട്ടുന്നുണ്ടോ നോക്കിക്കേ. നോക്കാം എന്തായിരിക്കും വരുന്നത്. ഇവിടെ നോക്കിക്കേ, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 40 days. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എടുത്തിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള ടൈമാണ് 40 days എന്ന് തന്നിട്ടുള്ളത്. ഇനി ബി എന്ന് പറയുന്നത് എത്രയാ തന്നിട്ടുള്ള 50 days ആണ്. സോ നമുക്കറിയാം ഇവരുടെ ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. രണ്ടുപേരുടെ എന്താണ് LCM കണ്ടുപിടിച്ചാൽ മതി. സോ 40 day 50 day LCM എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? 200 ആണ് നമുക്ക് LCM കിട്ടുന്നത്. അതായത് വർക്ക് 200 എന്ന് കിട്ടും. എങ്കിൽ എഫിഷ്യൻസി കാണാലോ. എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200 ഡിവൈഡഡ് ബൈ എന്താണ്, അതായത് വർക്ക് ബൈ ടൈം അല്ലേ. 200/40 എന്ത് വരും? നമുക്ക് 5 എന്ന് കിട്ടും. ആൻഡ് ബിയുടെ എന്തായിരിക്കും കിട്ടുന്നത്? 200 ഡിവൈഡഡ് ബൈ 50 നമുക്ക് എന്തായിരിക്കും വരുന്നത്? 4 ആയിരിക്കും കിട്ടുന്നത്. സോ എഫിഷ്യൻസി കിട്ടി, എയുടെയും ബിയുടെയും എഫിഷ്യൻസി കിട്ടി. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം. ദേ ഡു ദ വർക്ക് ഓൾട്ടർനേറ്റീവ്ലി. ഓക്കെ, ഓൾട്ടർനേറ്റീവ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിടവിട്ടായിരിക്കും അവരുടെ വർക്ക് ചെയ്യുന്നത്. എങ്കിൽ നോക്കിക്കേ, ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ഫിനിഷ് ദ വർക്ക് ഇഫ് എ ബിഗിൻസ്. എങ്കിൽ എ ആണ് ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അതായത് ആദ്യത്തെ ദിവസം ആരാ ചെയ്യുന്നത്? ഫസ്റ്റ് ഡേ ചെയ്യുന്നത് എ ആണ്. എ എടുക്കുന്ന ഡേ എന്ന് പറയുന്നത് എത്രയാ? സോ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ദിവസം എത്ര എഫിഷ്യൻസിയാണ് എ ചെയ്യുന്നത്? 5 ആണ് എയുടെ എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, ആ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന എഫിഷ്യൻസി വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം എ ആണ്. ഇനി സെക്കൻഡ് ഡേ ആരാണ് വരുന്നത്? സെക്കൻഡ് ഡേ അടുത്ത ഡേ ബി ആണ് ചെയ്യുന്നത്. അതായത് ഓൾട്ടർനേറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ ബിയുടെ എഫിഷ്യൻസി 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം 2 ദിവസം എടുത്തപ്പം ഇവരുടെ എഫിഷ്യൻസി എത്രയായി? ടോട്ടൽ 9. അതായത് 9 വർക്കാണ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 2 ദിവസം കൊണ്ട് 9 വർക്കാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 200 ആണ് വർക്ക്. പറഞ്ഞാൽ മനസ്സിലായോ? 200 ആണ് വർക്ക്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ 9 വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തോളൂ. 200 എത്തിക്കണമെങ്കിൽ, ഓക്കെ, 200 ആവണമെങ്കിൽ 9ന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? 21 ഒന്ന് മൾട്ടിപ്ലൈ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 189 എന്ന് കിട്ടും. ഓക്കെ, 189 എന്ന് നമുക്കിവിടെ കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഈ ഒരു വർക്കിലേക്ക് കൊണ്ടെത്തിക്കണം. അവിടെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ? അല്ല, രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 200 വർക്ക് കംപ്ലീറ്റ് ആക്കണം. സോ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഈ ഒരു വാല്യൂ അതിൻ്റെ അടുത്ത് എത്തുന്നത് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇവിടെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്തു? 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇവിടെ എത്ര എത്തി? 42 എന്ന് കിട്ടി. സോ 42 ഡേയ്സിൽ ഇവർ എത്രയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർക്ക്? 189 ആണ്. ഓക്കെ, 189 ആണ്. ഇനി അടുത്ത ആരാണ് വരണ്ടേ? അതായത് ഇപ്പോൾ ബിയിലാണ് വർക്ക് കംപ്ലീറ്റ് ആയി നിൽക്കുന്നത്. ഇനി അടുത്ത ആര് വരണം?
അല്ലേ? അടുത്ത ആരാ കംപ്ലീറ്റ് ആക്കേണ്ടത്? ഇനി എ ആണ്. സോ എയുടെ 5 വർക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? 5 അതായത് 5 ഇവിടെ ഇടേണ്ട ആവശ്യമുണ്ടോ എയുടെ? ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 200-ന് എത്താൻ 2 മതി. ഓക്കെ. അപ്പോൾ ടോട്ടൽ 5-ൽ എത്ര കംപ്ലീറ്റ് ആക്കിയാൽ മതി? 2/5 കംപ്ലീറ്റ് ആക്കിയാൽ മതി. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും? എന്താ ഇവിടെ കിട്ടുന്നത്? 200 എത്തണമെങ്കിൽ നമുക്ക് എത്ര ദിവസം എടുക്കണം? 42-ൽ ഇനി എന്താ വരേണ്ടത്? ബാക്കി 2/5 കൂടെ എടുത്താലേ നമുക്കിവിടെ കംപ്ലീറ്റ് ആവത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? സോ ഇതായിരിക്കും നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നേ? ഓക്കെ. അതായത് 2 ഡേയ്സ് എടുത്തിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ്. ഒരു ദിവസം എ ചെയ്തെങ്കിൽ അടുത്ത ദിവസം ബി ആണ്, വീണ്ടും എ, പിന്നെയും ബി, അല്ലേ? അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആക്കുമ്പം ഇവിടെ നമ്മൾ ഈവൻ നമ്പർ, അതായത് 2 ദിവസത്തെ വെച്ചിട്ടാണ്, അതായത് എയും ബിയും കൂടി ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ബിയിലാണ് ഇത് നിർത്തിയേക്കുന്നത്. 189 വന്നപ്പോൾ ബിയിലാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ആര് വർക്ക് ചെയ്യണം? എ വർക്ക് ചെയ്യണം. എ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ 5 ഉണ്ട് എഫിഷ്യൻസി. 5 ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 5 ഇട്ട് കഴിഞ്ഞാൽ 2 നോട്ട് 3 മീൻസ് എന്താണ്? അടുത്ത പോവും. മനസ്സിലായോ? അടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്താണ് പോകുന്നത്. സോ 200 മതി. സോ ഇനി 2 പോർഷൻസും കൂടി ഇനി ഇവിടെ കംപ്ലീറ്റ് ആയാൽ മതി. അപ്പോൾ എത്രയാണ് വരണ്ടേ? 5 ആണ് നമുക്ക് എയുടെ എഫിഷ്യൻസി ഉള്ളത്. സോ എന്താ വരുന്നത്? 2/5 വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ 42 2/5 ഡേയ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. മനസ്സിലായോ? ഇവിടെയും എത്ര വേണം? 2/5 മാത്രം നമുക്ക് എടുത്താൽ മതി. സോ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്ന തന്നെ ഇപ്പുറത്തും ആഡ് ചെയ്ത് കൊടുക്കുക. സോ 42 2/5 ഡേയ്സ് എന്ന് നമുക്കിവിടെ കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്തേ. നോക്കാം എന്താ വരുന്നേ. എ ആൻഡ് ബി ക്യാൻ ഡു എ വർക്ക് ഇൻ 30 days ആൻഡ് 10 days റെസ്പെക്റ്റീവ്ലി. ഓക്കെ. എയുടെയും ബിയുടെയും ടൈം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 30 days ആൻഡ് 10 days എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് ദേ വർക്ക് ഓൺ ഓൾട്ടർനേറ്റ് ഡേയ്സ് ബിഗിനിങ് വിത്ത് ബി. ഓക്കെ. ബിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ വർക്ക് ബി കംപ്ലീറ്റഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാമല്ലോ. സോ വർക്ക് എന്ന് പറയുന്നത് എന്താണ് കിട്ടുന്നത്? 30 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എഫിഷ്യൻസി എന്തായിരിക്കും വരുന്നത്? 30/30 1 എന്നും 30/10 3 എന്നും കിട്ടി. ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ബി ആണ് പക്ഷേ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആര് ചെയ്യും? ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ബി ആണ് ചെയ്യുന്നത്. ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ആരാ ചെയ്യുന്നത്? സെക്കൻഡ് ഡേ എ ആണ് അല്ലേ? എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണ്. സോ 2 ഡേയ്സിൽ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ 4 ഡേയ്സ് ആണ്, 4 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 3ഉം 1ഉം ആണ്. സോ 4 വർക്കാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് 30 ആണ്. സോ 30യുടെ അടുത്ത് എത്തിക്കണമെങ്കിൽ ഇവിടെ എത്ര വരും? സോ 4 ഇൻറ്റു 7 ചെയ്താൽ 28 ആവും. ഓക്കെ അല്ലേ? 4 ഇൻറ്റു 7 ചെയ്താൽ 28 ആവും. സോ 28 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? 14 ഡേയ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. 14 ഡേയ്സ് എടുത്തു. പക്ഷെ നമുക്ക് എന്താ 30 ആണ് വേണ്ടത്. ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എയിലാണ് ഇപ്പോൾ ഇവിടെ എൻഡ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ഓക്കെ. വീണ്ടും ഇപ്പോൾ ആരാ വരണ്ടേ? ബി ആണ് വരണ്ടേ. സോ ബിയിൽ ഇനി 3 ഉണ്ട്. 3 വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 3 വന്നു കഴിഞ്ഞാൽ ഇവിടെ 31 വരും. 31ൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എന്ത് വരണം? 2/3 പോർഷൻ മാത്രം ഇനി ഇവിടെ എടുത്താൽ മതി. സോ ഇവിടെ നമുക്ക് എന്ത് വരണം? 14 2/3 ഡേയ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? 14 2/3 ഡേയ്സ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഓക്കെ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? എ ബി സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 20 ആൻഡ് 10 days റെസ്പെക്റ്റീവ്ലി.
A is assisted by B on one day and by C on the next day alternately. How long would the work take to finish എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ. നോക്കിക്കേ, എയുടെ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. എയുടെയും ബിയുടെയും സിയുടെയും ടൈം നമുക്ക് തന്നിട്ടുണ്ട്. സോ 30, ബിയുടെ എത്രയാണ് 20 ആൻഡ് സിയുടെ ടൈം എന്ന് പറയുന്നത് 10 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാമല്ലോ. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? LCM അല്ലെ, 30, 20, 10ന്റെ LCM എന്ന് പറയുന്നത് 60 ആണ്. സോ നമുക്ക് വർക്ക് കിട്ടി. ഇനി എഫിഷ്യൻസി എന്ന് പറയുന്നത് 60/30 എന്ത് വരും? 2 എന്ന് വരും. ആൻഡ് 60/20 3 എന്ന് കിട്ടും. 60/10 എന്ത് വരും? 6 എന്ന് കിട്ടി. സോ എല്ലാവരുടെയും എഫിഷ്യൻസി നമുക്കിവിടെ കിട്ടി. ഓക്കെ, 2, 3, 6 എന്ന് കിട്ടി. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എ ഈസ് അസിസ്റ്റഡ് ബൈ ബി ഓൺ വൺ ഡേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡേയിൽ എന്താണ്? എയും മീൻസ് എയിനെ എന്താണ്? എ എന്ന് പറയുന്നത് എന്താണ്? ബി അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ A+B ആണ് ആ ഫസ്റ്റ് ഡേ ചെയ്യുന്നത്. ഓക്കെ, എയും ബിയും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു ഡേയിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? A+B എന്ന് പറയുമ്പോൾ എത്ര വരും? 2+3 അല്ലേ? 2+3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 5 എന്ന് കിട്ടും. ഇനി എന്താ? ആൻഡ് ബൈ സി ഓൺ നെക്സ്റ്റ് ഡേ. ഓക്കെ, ആൻഡ് ബൈ സി ഓൺ നെക്സ്റ്റ് ഡേ. അപ്പോൾ ബിനെ ഇനി അസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? അടുത്ത ദിവസം സി ആണ്. സോ B+C. ഓക്കെ, അടുത്ത ഡേ എന്ന് പറയുമ്പോൾ B+C ആണ്. B+C എന്ന് പറയുമ്പോൾ എത്ര വരും? B+C നമുക്ക് 9 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? Sorry, A is assisted by B on one day and C is on the next day. Okay. Sorry. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എഴുതി തെറ്റിപ്പോയി. ഓക്കെ, അതായത് ബീനെ ഫസ്റ്റ്, അതായത് എയും ബിയും കൂടെ, എ ആണ് അസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എ ഈസ് അസിസ്റ്റഡ് ബൈ ബി. എനെ ബി ആണ് അസിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എയും ബിയും കൂടെ ആണ് ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്ത ഇനി എ എന്ന് പറയുന്നത് എന്താണ്? എനെ അസിസ്റ്റ് ചെയ്യുന്നത് സി ആണ്. സോ A+C ആണ് വരുന്നത് കേട്ടോ. A+C ആണ് വരുന്നത്. സോ A+C എന്ന് പറയുമ്പം എന്തായിരിക്കും വരുന്നത്? A+C എന്ത് വരും? 8 എന്നാണ് വരുന്നത്. 2+6 8 ആണ് വരുന്നത്. ഓക്കെ, അതായത് എ ഈസ് അസിസ്റ്റഡ് ബൈ ബി എന്നാണ് പറയുന്നത് കേട്ടോ. ബൈ ബി ആണ്. അതുകൊണ്ട് എന്താണ്? എയിനെ അസിസ്റ്റ് ചെയ്യുന്ന ആദ്യം ബി ആണ്. നെക്സ്റ്റ് ഡേ എയിനെ അസിസ്റ്റ് ചെയ്യുന്നത് സി ആണ്. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ടോട്ടൽ 2 days ആകുമ്പോഴത്തേക്കും എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? 13 വർക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ? പക്ഷെ നമുക്ക് എന്താ 60 വർക്ക് കംപ്ലീറ്റ് ആവണം. 60 എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ നോക്കുക. എന്ത് വരും? 13 × 5 ചെയ്ത് കഴിഞ്ഞാൽ 60 കിട്ടുമോ? ഇല്ല, 65 ആകും. അത്ര ആവശ്യമില്ല. സോ 13 × 3 ചെയ്ത് നോക്കുക. 13 × 4 ചെയ്ത് നോക്കുക. ഓക്കെ, 3 ചെയ്യുമ്പോൾ 39 ആണ്. 4 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 52 എന്ന് കിട്ടും. ഓക്കെ, 60 താഴെയല്ലേ? 52 എന്ന് കിട്ടും. സോ അതേപോലെ തന്നെ 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 8 days ആകുമ്പം എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? 52 വർക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, 52 വർക്കാണ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നത്. ഇനി നമുക്ക് എന്താണ്? വർക്ക് 60 ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ നോക്കിക്കേ, അടുത്ത ദിവസം ഇനി ആരാ? 5 കൂടി വരണം അല്ലേ? 5 വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 57 എന്ന് കിട്ടും. അതായത് ഒരു ഡേ ആണ് ഇവിടെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പം 9 days ആകുമ്പോൾ 57 വർക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കിക്കേ. ഇനി അടുത്തത് എയും സിയും കൂടെ ആണ് വരേണ്ടത്. അപ്പോൾ 8 ഉണ്ട്. പക്ഷെ 8ന്റെ ആവശ്യമുണ്ടോ? 3/8 മതി നമുക്കിനി ഇവിടെ വർക്ക് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? 9 3/8 എന്ന് വരും. ക്ലിയർ ആണോ? സോ 9 3/8 days ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇത് ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെയല്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ചെയ്ത് നോക്കിക്കേ, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 20 men or 24 women can complete a piece of work in 20 days
If 30 men and 12 women undertake to complete the work, then the work will be completed in. So ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് 20 men or 24 women can complete a piece of work in 20 days എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ 20 men അല്ലെങ്കിൽ 24 women എന്താണ് 20 days കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. എങ്കിൽ നോക്കിക്കേ 30 മെൻ പ്ലസ് 20 വിമൻ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ ആ വർക്ക് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓറും ഇവിടെ ആൻഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് അറിയാമോ? 20 മെൻ. ഓക്കെ, 20 മെൻ 20 ഡേയ്സ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 24 മെൻ 20 ഡേയ്സ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ 20 മെൻ എന്താണ് 20 ഡേയ്സ് എടുത്തു, അതുതന്നെയാണ് 24 വിമൻ 20 ഡേയ്സ് എടുത്ത് ചെയ്തിട്ടുള്ളത്. ഈ 20 എങ്ങനെ പോയാലും ക്യാൻസൽ ആയി പോകും. സോ നമ്മൾ ഈ 20 ഡേയ്സ് നമ്മളിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഈക്വൽ വർക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മെന്നിൻ്റെയും വിമൻ്റെയും എഫിഷ്യൻസി നമുക്ക് ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 20 മെൻ ഈക്വൽ ടു 24 വിമൻ എന്നാണ് തന്നിട്ടുള്ളത്. സോ M/W, അതായത് ഇതെന്താണ്? ഇത് രണ്ടും എഫിഷ്യൻസി ആണ് കേട്ടോ. മെന്നിൻ്റെ എഫിഷ്യൻസി ആൻഡ് വിമൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 24/20 ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും? 6/5 എന്ന് കിട്ടും. സോ മെൻ ഈസ് ടു വിമൻ റേഷ്യോ ആണ്, എഫിഷ്യൻസി റേഷ്യോ ആണ് തന്നിട്ടുള്ളത് 6 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 6:5 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. എന്താ തന്നിട്ടുള്ളത്? അതായത് അതിന് മുമ്പ് നമുക്ക് വർക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ എന്താ? ഇതാണ് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഏത് ഇക്വേഷൻ ഇട്ടാലും സെയിം വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? 20 മെൻ ഇൻറ്റു 20 ഡേയ്സ് ആണ് അല്ലേ? അതായത് 20 ഇൻറ്റു എഫിഷ്യൻസി വേണ്ടേ? 20 പേരുടെയും എഫിഷ്യൻസി, മെന്നിൻ്റെ എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും നോക്കാം. 20 ഇൻറ്റു മെൻ എന്ന് പറയുന്ന മെന്നിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 6 ആണ്. ഇൻറ്റു 20 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു 6 12, 12 ഇൻറ്റു 2 24. സോ 2400 എന്ന് കിട്ടും ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടിയാൽ നമുക്ക് ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. നോക്കാം. 30 മെൻ ആൻഡ് എന്നാണ് നമുക്ക് ഇവിടെ വരുന്നതെങ്കിൽ ഇതിൻ്റെ മീനിങ് പ്ലസ് ആണ്. ഓക്കെ, ആൻഡ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് 30 മെന്നും 12 വിമനും കൂടി ചേർന്ന് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നതാണ്. സോ നമുക്കിവിടെ പ്ലസ് എന്നിടാം. സോ 30 മെൻ പ്ലസ് 20 വിമൻ. ഓക്കെ, എത്ര ദിവസം എടുക്കും? സോ ഇത്ര പേര് എത്ര ദിവസം എടുക്കും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? സോ ടോട്ടൽ വർക്ക് എത്രയാണ്? 2400 ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് എഫിഷ്യൻസി ഇട്ട് കൊടുക്കാം. സോ 30 ഇൻറ്റു മെൻ എത്രയാ? 6 പ്ലസ് 12 ഇൻറ്റു വിമൻ എത്രയാ? 5 ഇൻറ്റു ടി ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 2400 എന്ന് വരും. ഓക്കെ, സോൾവ് ചെയ്യുമ്പം 30 ഇൻറ്റു 6 180 പ്ലസ് 60 അല്ലേ? ഇൻറ്റു ടി എന്ന് പറയുന്നത് എത്രയാണ്? 2400. ഓക്കെ, ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 240 എന്ന് കിട്ടും. സോ 240 ടി ഈസ് ഈക്വൽ ടു 2400 ആൻഡ് ടി ഈസ് ഈക്വൽ ടു 2400 ഡിവൈഡഡ് ബൈ 240. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. സോ 10 ഡേയ്സ് ആണ് ഇവർ ഒരുമിച്ച് ചെയ്യുമ്പോൾ ആ ഒരു വർക്ക് ചെയ്യാൻ മീൻസ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് 10 ഡേയ്സ് ആണ്. സോ ഓപ്ഷൻ ഡി 10 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഓറാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. രണ്ട് മീൻസ് ഈക്വൽ വർക്ക് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ആൻഡ് എന്നാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ ചേർത്ത് വരുന്നതെങ്കിൽ അതെന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇവിടെ ഓറാണ് തന്നിട്ടുള്ളത് അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കിക്കേ ഓറാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 7 മെൻ എന്ന് പറയുന്നത് 10 ഡേയ്സ് ആണ് രണ്ടുപേർക്കും. സോ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? 7 മെൻ ഈക്വൽ ടു 10 വിമൻ എന്ന് കിട്ടും. സോ മെൻ ഈസ് ടു വിമൻ എഫിഷ്യൻസി റേഷ്യോ നമുക്ക് എന്ത് കിട്ടും? 10/7 അല്ലെങ്കിൽ 10:7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് എന്താണെന്ന് പറയാൻ പറ്റും. ടോട്ടൽ വർക്ക് അതായത് 100 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ 600 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പം നമുക്ക് എന്താ വരുന്നത്? രണ്ട് ഇക്വേഷനും കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് വണ്ണിൽ പറയുന്നത്? അതായത് നോക്കിക്കേ, 7 men ഇൻറ്റു 10 ഡേയ്സ് ആണ് എടുക്കുന്നത്. എത്ര വർക്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? 100 ആണ്. ഓക്കെ അല്ലേ? ഈക്വൽ ടു ഇവിടെ എന്താ വരുന്നത്? 14 men. ഓക്കെ, 20 വിമൻ ആൻഡ് 40 men ആണ് പറയുന്നത്. സോ 14 men പ്ലസ് 20 വിമൻ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യണം? 600 അല്ലേ? ആൻഡ് ഇത് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? സോ ടി. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുക്കാം എമ്മിൻ്റെയും ഡബ്ല്യുവിൻ്റെ എഫിഷ്യൻസി വാല്യൂ കൊടുക്കാം, മെന്നിൻ്റെ വിമൻ്റെ എഫിഷ്യൻസി. സോ 7 ഇൻറ്റു മെൻ എന്ന് പറഞ്ഞാൽ 10 ആണ്, ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു നമുക്കിവിടെ എന്ത് വരും? 14 ഇൻറ്റു മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെന്നും 10 ആണ്. ഓക്കെ, പ്ലസ് 20 ഇൻറ്റു എന്ത് വരും? 7 എന്ന് വരും, ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു ടി. ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, സോൾവ് ചെയ്യുമ്പോൾ സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ക്രോസ് ചെയ്യാം. ഓക്കെ, ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 4200 എന്ന് വരും അല്ലേ? 6 ഇൻറ്റു 7 42 ആണ്. സോ 4200 ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 140 പ്ലസ് 140 ഇൻറ്റു ടി. ഓക്കെ, 140 പ്ലസ് 140 280 എന്ന് വരും. ഓക്കെ, അപ്പോൾ 4200 ഡിവൈഡഡ് ബൈ 280 ഈക്വൽ ടു ടി. സോ ടിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 420/28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. സോ 15 ഡേയ്സ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, നോക്കിക്കേ എന്താ വരുന്നേ? 3 men and 2 women can do a piece of work in 15 days, while 2 men and 3 women can do the same work in 18 days. ഓക്കെ, അതായത് 3 മെന്നും 2 വിമനും കൂടി 15 ദിവസം കൊണ്ട് ചെയ്യുന്ന ആ സെയിം വർക്ക് 2 മെന്നും 3 വിമനും കൂടി 18 ദിവസം കൊണ്ട് ആ ഒരു സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, വർക്ക് രണ്ടിടത്തും സെയിം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വർക്ക് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ നോക്കിക്കേ, 3 men ആൻഡ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് അല്ലേ? 2 വിമൻ. ഓക്കെ, ഇൻറ്റു എത്ര ദിവസം എടുത്തു? 15 ഡേയ്സ്, അതായത് എഫിഷ്യൻസി ഇൻറ്റു ടൈം, വർക്ക് കിട്ടി. ഇനി അത് തന്നെയാണ് എന്ത്? 2 മെന്നിൻ്റെയും 3 വിമനും കൂടി എന്താണ് 18 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 2 men പ്ലസ് 3 വിമൻ ഇൻറ്റു 18 ഡേയ്സ്. സോ വർക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. സോ മെൻ ഈസ് ടു വിമൻ റേഷ്യോ നമുക്ക് ഇതിൽ നിന്നും കിട്ടും. സോ 3 men ഇൻറ്റു 15 എന്താണ്? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45 men പ്ലസ് എന്ത് വരും? 30 വിമൻ ഈക്വൽ ടു എന്ത് വരും? 36 men പ്ലസ് 54 വിമൻ എന്ന് കിട്ടും. ഇനി മെന്നും വിമനും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, മെന്നിനെ എല്ലാം ഒരു സൈഡിലേക്കും വിമനെ എല്ലാം ഒരു സൈഡിലേക്കും കൊണ്ടുവരാം. അപ്പോൾ നോക്കിക്കേ, 45 men മൈനസ് 36 men ഈക്വൽ ടു എന്ത് വരും? 54 വിമൻ മൈനസ് 30 വിമൻ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കേ, 45 മൈനസ് 36 എന്ത് വരും? നമുക്ക് 9 men എന്ന് കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 54 വിമൻ മൈനസ് 30 വിമൻ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24 എന്ന് കിട്ടും. 24 വിമൻ എന്ന് കിട്ടും. സോ മെൻ ബൈ വിമൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് 24/9 ആണ്. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8/3 എന്ന് കിട്ടും. സോ 8:3 ആണ് മെൻ ഈസ് വിമൻ റേഷ്യോ, നമുക്ക് എഫിഷ്യൻസി റേഷ്യോ നമുക്ക് കിട്ടുന്നത്. സോ ഇത് രണ്ടും വർക്ക് അല്ലേ? സോ ഏതെങ്കിലും ഇക്വേഷനിൽ നമുക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും അല്ലേ? ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്താൽ മതി കേട്ടോ. ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ 3 men പ്ലസ് 2 വിമൻ ഇൻറ്റു 15 അതാണ് നമ്മുടെ ടോട്ടൽ വർക്ക് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 3 ഇൻറ്റു മെൻ എത്രയാ? 8 ആണ്, പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു എന്ത് വരും? 15 എന്ന് വരും. സോ 24 പ്ലസ് എന്ത് വരും? 6 ഇൻറ്റു 15. ഓക്കെ, 24 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 30. സോ 30 ഇൻറ്റു 15 എന്ത് വരും? 3 ഇൻറ്റു 15 45 ആണ്. സോ 450 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക് ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടോ? 1 man
ആൻഡ് 1 വിമൻ. ഓക്കെ, എത്ര ദിവസം എടുത്തിട്ടാണ് ഈ ഒരു 450 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ചോദ്യം. സോ 1 ഇൻറ്റു മെൻ എത്രയാണ് 8 പ്ലസ് 1 ഇൻറ്റു എത്രയാ വിമൻ 3 ഇൻറ്റു ടോട്ടൽ ടൈം ഇറ്റ് ഈസ് ഈക്വൽ ടു 450 അല്ലേ. അപ്പോൾ 8 പ്ലസ് 3 എന്ത് വരും 11. സോ 11 ടി ഈസ് ഈക്വൽ ടു 450. സോ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം 450/11 അല്ലേ. 450/11 ആണല്ലോ. സോ 450/11 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് നോക്കിക്കേ, എന്ത് കിട്ടും. സോ ഓപ്ഷൻ സി എന്ത് വരും, ഓപ്ഷനിൽ നിന്ന് തന്നെ പോവാം അല്ലേ. 40 10/11 എന്ന് വരും. ഓക്കെ അല്ലേ, ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് പറയാം. ഓക്കെ ഓക്കെ, നോട്ട് ചെയ്തോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ നമ്മുടെ ടൈം ആൻഡ് വർക്കിൻ്റെ പാർട്ട് 2 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.